പാറുവിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് രണ്ടുപേരെ ഞാൻ സ്വീകരിക്കുന്നു കൂട്ടിയാൽ മതി. എല്ലാ ദൃഷ്ടിദോഷങ്ങളും അകന്നു പോട്ടെ. വാ വാ, പടനിലത്തെ മരുമകന് സ്വാഗതം. പടനിലത്തെ മരുമകനോ? ആ, പടനിലത്തിലെ കുട്ടിയെ കല്യാണം കഴിച്ചവൻ പടനിലത്തിലെ മരുമകൻ. കേട്ടില്ലേ, എവിടെ പോയാലും ഇതുപോലുള്ള സംസാരം ഉണ്ടാവും. എന്താണ് രണ്ടാളും കൂടെ ഒരു സ്വകാര്യം? അവര് പുതുമോടിയല്ലേ ശശിയേട്ടാ, കുഞ്ഞി അവർക്ക് പല സ്വകാര്യങ്ങളും പറയാനുണ്ടാവും അല്ലേ? ഈ കല്യാണം കഴിഞ്ഞ കാലത്തെ ഞങ്ങളും ഒരേ സ്വകാര്യം പറച്ചിലായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ ഇവള് വാ തുറക്കുന്നതേ വീട്ടു ചെലവിന്റെ കാര്യം പറയാൻ വേണ്ടി മാത്ര. പിന്നെ അത് പറയാതിരിക്കാൻ പറ്റുമോ? അതും കൊള്ളാം. ഇതെന്താ ലീലേച്ചി അരത്തൊക്കെ? വിരുന്നിന് വരുമ്പോഴും അരത്തൊഴിഞ്ഞ് സ്വീകരിക്കുന്ന ചടങ്ങുണ്ടോ? ഇതിവരുടെ ആദ്യത്തെ വിരുന്നല്ല രത്നേ. ശരിക്കും ആദ്യ വിരുന്ന് പോകേണ്ടത് പെണ്ണിന്റെ വീട്ടിലേക്കാ. പെണ്ണിന്റെ വീട്ടിൽ ചെന്ന പെണ്ണിനെയും ചെക്കനെ അരത്തൊഴിഞ്ഞ് സ്വീകരിക്കണമെന്നാ. ഇവർക്കേതായാലും ഇപ്പൊ അങ്ങോട്ട് ചെല്ലാനാവില്ലല്ലോ. അതുകൊണ്ട് ആ ചടങ്ങ് ഇവിടെ നടത്താമെന്ന് കരുതി. പാറുവിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് രണ്ടുപേരെ ഞാൻ സ്വീകരിക്കുന്നു കൂട്ടിയാൽ മതി. എല്ലാ ദൃഷ്ടിദോഷങ്ങളും അകന്നു പോട്ടെ. മോളെ ഭവ്യെ, ഇതുകൊണ്ട് കമിഴ്ത്തിക്കള. ഞാനും കൂടെ വരാം. വാ വാ, അതോട്ട് കയറി വാ. വാ, കേറിക്കോ. പെണ്ണും ചെറുക്കനും കേറി. വാ വാ, കേറ് മോളെ. നല്ല മണം. ശശിയേട്ടാ, സ്പെഷ്യൽ എന്താ? ചിക്കൻ ആണോ മട്ടൻ ആണോ? അതെ, ഈ കരയിലും കടലിലും കിടക്കുന്ന ചിക്കൻ, മട്ടൻ, കൊഞ്ച്, കണവ എല്ലാം തേട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. എടുത്ത് കഴിക്കും. ഒരു എത്തിക്സ് ഉള്ള ജിമ്മനായി പോയി, അല്ലെ കാണിച്ചു തരാം. ചേച്ചി, ഞാൻ വിളമ്പോ? ഏയ് വേണ്ട വേണ്ട, നീ എവിടെ ഇരുന്നേ? ഇന്ന് നിങ്ങൾ എല്ലാരും ഞങ്ങളുടെ ഗസ്റ്റാ. ഗസ്റ്റിനെ കൊണ്ടാണോ വിളമ്പിക്കുന്നേ? നമുക്ക് കൂട്ടിരുന്നാലോ? ഇവര് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇരുന്നാ മതിയെന്ന് അച്ഛൻ പറഞ്ഞത്. അത് നമ്മളും കൂട്ടിരുന്ന എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അത് അച്ഛനോട് ചോദിക്കാം.
അച്ഛാ ആ, അച്ഛാ ചേട്ടൻ ചോദിക്കുന്നു ചേട്ടനോട് കഴിക്കാൻ ഇരുന്നോട്ടേന്ന്. എടി, എന്താടാ നിനക്കിപ്പോ ഉണ്ണായിരിക്കണോ? ഏയ്, വേണ്ട വേണ്ട, നമുക്ക് സാവകാശം ഇരുന്ന പോരെ. ശശിയേട്ടാ പിള്ളേരും കൂടെ ഇരുന്നോട്ടെ. സ്ഥലമില്ലെങ്കിൽ പാവിരിച്ചിട്ട് എല്ലാവർക്കും കൂടെ നിലത്തിരിക്കാം. ഹേ, ഹേ, അതൊന്നും വേണ്ട. ആദ്യം അതിഥികൾക്ക് കൊടുത്തിട്ട് വീട്ടിലുള്ളവർ കഴിച്ചാൽ മതി. അതെ, അതാണ് വേണ്ടത്. നീയേ വെറുതെ നിൽക്കുന്നോണ്ടാ ആഹാരം കഴിക്കാൻ തോന്നേ. നീ വന്നാ ചോറ് വിളമ്പിക്കേ. വാ വാ, ഇവിടെ വാടാ. കുറച്ച് മതി. ഇതാ, ഇത് കൊണ്ടുപോയി വിളമ്പ്. നമ്പോലിന് പണി കിട്ടി. മര്യാദയ്ക്ക് ഇരിക്കടി. എടാ നോക്കി നിൽക്കുന്ന ചോറ് വിളമ്പടാ. ഇവന്റെ ഒരു കാര്യം. ചോറിടിവിടെ. എടുത്തേടാ. മതിയോ? കുഞ്ഞി, പാറുവിന്റെ അമ്മ വിളമ്പി തരുന്നത് പോലെ വേണം കുറച്ച് രണ്ടാളും ഈ വിരുന്നുണ്ടത്. അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോ പാറുവിന് വിഷമായെന്ന് തോന്നുന്നല്ലോ. ഈ സങ്കടമൊക്കെ മാറും മോളെ. നിങ്ങൾക്കൊരു കുട്ടിയാവട്ടെ. അപ്പോ പാപ്പയുടെ ഈ ദേഷ്യമൊക്കെ തണുക്കും. ആ, കുഞ്ഞിന്റെ മുഖം കാണുമ്പോ എല്ലാം മറന്ന് പപ്പേടൻ തുറന്ന മനസ്സോടെ നിങ്ങൾ സ്വീകരിക്കും. പറഞ്ഞത് കേട്ടല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിക്കാല് കാണാൻ നോക്കണം രണ്ടുപേരും, കേട്ടോ?